ഹായ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഒരു കാര്യം കാണിക്കാനാണ്. എന്താണെന്നല്ലേ, അതിന് മുമ്പ് എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലോങ് വീഡിയോ ഒക്കെ വല്ലപ്പോഴും ഇടാൻ പറ്റുന്നുള്ളൂ, അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് ഒരു സാധനമായിട്ട് കാലത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് കാണിക്കാനാണ് കേട്ടോ. ചുമ്മാ ഇരുന്നപ്പോൾ എന്തായാലും ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അതിന് മുമ്പ് എന്താണ് ഒരാളെ ഞാൻ പരിചയപ്പെടുത്താം. എന്താണെന്നല്ലേ, കണ്ടാ മാംഗോ. അപ്പോൾ ഇത് കടയിൽ നിന്ന് മേടിക്കണതാണ് കേട്ടോ. നമ്മളുള്ളത് ദുബായിൽ അജ്മാനിലല്ലേ. അപ്പോൾ മാർക്കറ്റിൽ പോയപ്പോൾ മേടിച്ചതാണ് മാങ്ങ. അപ്പോൾ ഈ ഒരെണ്ണം കൂടി ഉള്ളൂ. ദിവസം മാങ്ങ സീസണായ എവിടെയാലും മാങ്ങ കഴിക്കാൻ തോന്നുമല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ കഴിക്കാൻ. നിങ്ങളൊക്കെ ഇങ്ങനെ കഴിച്ചിട്ടുണ്ടെന്ന് പറയണം കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ മാങ്ങേനൊന്ന് തൊലി എത്തിയെടുക്കണം അല്ലേ. തൊലി എത്തണ്ട നമുക്ക്. അപ്പോൾ തൊലി എത്തിയെടുത്തിട്ട് തൊലി ഉടക്കനെ കഴിക്കുകയാണ് എനിക്കിഷ്ടം. തൊലി ചെത്താതെ കഴിക്കണതാണ് കേട്ടോ. അപ്പോൾ ഇപ്പം എന്താ വെച്ചാൽ തൊലി ചെത്തിയിട്ട് കഴിക്കാൻ ഒരാളുണ്ട് കൂടെ. അപ്പോൾ തൊലി എത്താണ്ട് അത് കഴിക്കാൻ പറ്റില്ല അതിൻ്റെ കൂടെ. അപ്പോൾ തൊലി എത്തിയിട്ട് കഴിക്കാം. അപ്പോൾ നമ്മൾ തൊലി എത്താണ്. പഴുത്ത കാരണം പച്ചയാണെങ്കിൽ കൊണ്ട് വേഗം കിട്ടും. എന്നിട്ട് നിങ്ങളൊക്കെ ഇങ്ങനെ കഴിക്കുന്നുണ്ടോ എന്ന് പറയണം കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടാവും, പക്ഷെ ഞാനൊക്കെ എനിക്കൊന്നൊരു വെറൈറ്റി ആയിട്ട് തോന്നി. അപ്പം ഞാനൊരു വീഡിയോ എടുത്ത് കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ തൊലി എത്തിയെടുത്തിട്ടാ. തൊലി എത്തിയെടുത്ത് എനിക്ക് തൊലി ചെത്താതെ കഴിക്കാനാണ് ഇഷ്ടം. പക്ഷെ ഇപ്പോൾ തൊലി എത്തിയിട്ട് കഴിക്കേണ്ട ഒരു ആളുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ പീസാക്കട്ടെ. പീസാക്കണ്ടേ. പീസാക്കി കുറച്ച് പഴുപ്പ് കൂടി 2-3 ദിവസമായിട്ട് മേടിച്ചിട്ട്. പിന്നെ എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടോളൂ കേട്ടോ. എല്ലാവരും ഒന്ന് കമൻറ്റൊക്കെ ഇട്ട് നോക്കുക, നമ്മുടെ വീഡിയോസൊക്കെ കാണാം. ഇത് പിന്നെ പറയേണ്ട ആവശ്യമില്ല, എല്ലാവരും ചെയ്യും ഇത്. പിന്നെ നമുക്കൊക്കെ ഒരു രസമാണത്. അപ്പോൾ നമ്മൾ മാങ്ങ തേച്ച് എത്തിയെടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്താ കഴിക്കാൻ പോകുന്നത് ഞാൻ കാണിച്ചു തരാം. അതെ, പുട്ടാണ് കേട്ടോ. പുട്ട് കാണുന്നുണ്ടോ? റവപ്പുട്ട്. പുട്ടിൻ്റെ കൂടെ ഈ മാങ്ങ ഇങ്ങനെ ഇട്ടാം. ഇച്ചിരി നന്നായി പഴുത്ത മാങ്ങയാണ് പുട്ടിലേക്ക് നല്ലത്. ഇവിടെ മാങ്ങ കട്ടൻ ചായ. അപ്പോൾ പുട്ടും മാങ്ങയും കൂടിയിട്ട് നമ്മളിങ്ങനെ കഴിക്കാൻ പോവാണ് കേട്ടോ. നല്ല ടേസ്റ്റ് കേട്ടോ. ഞാൻ പണ്ട് മുതലേ പുട്ടും മാങ്ങയും കഴിക്കും. ഇപ്പോൾ അത് വെറൈറ്റി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ എല്ലാവരും ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട് അല്ലേ. പുട്ടും മാങ്ങയും ഞാൻ പണ്ട് മുതലേക്ക് പുട്ടും മാങ്ങ, പുട്ട് പഴം, പുട്ട് ചക്ക ഇതൊക്കെ ഞാൻ കഴിക്കും കേട്ടോ. കണ്ടോ? നല്ല ടേസ്റ്റാണ്. ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ പുട്ടിൻ്റെ കൂടെ കട്ടൻ ചായയും കൂടി അടിച്ചിട്ടുണ്ടല്ലോ, സൂപ്പറാണ്. അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയുക. എല്ലാവരും കഴിച്ചിട്ടൊക്കെ ഉണ്ടാവും. ഞാൻ ഇപ്പോഴല്ല, ഞാൻ പണ്ടേ മാങ്ങ കിട്ടിയ അപ്പോൾ പുട്ടുണ്ടാക്കും. ചക്ക അങ്ങനെ അങ്ങനെ പഴവർഗ്ഗങ്ങളൊക്കെ കിട്ടിയാൽ എനിക്ക് ഇഷ്ടം കേട്ടോ. മാങ്ങ ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് വരെ ടാറ്റാ, ബൈ ബൈ.